ജയ് ശ്രീ രാധേ രാധേ. ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവം പറയട്ടെ. ഒരുപാട് കൃഷ്ണ സ്വപ്നം എനിക്ക് ദർശനം കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരെണ്ണം പറയാവേ. ഞാൻ നാരായണീയം പഠിച്ച് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി സമർപ്പിച്ച് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഉണ്ടത്. സമർപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പം ടീച്ചറെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് കീർത്തനങ്ങൾ തന്നായിരുന്നു. ആ കീർത്തനത്തിൽ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ഒരു കീർത്തനം ഉണ്ടായിരുന്നു. അത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തുളസിക്കതിർ നുള്ളിയെടുത്ത ആ പാട്ടാണ്. പക്ഷേ അതിങ്ങനെ ആ തന്ന കീർത്തനങ്ങളെല്ലാം അടുക്കി കെട്ടിവെച്ച് ഞങ്ങൾ നാരായണീയം ചൊല്ലും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ പാടും. അങ്ങനെ ആയിരുന്നു അമ്പലങ്ങളിൽ പോകുമ്പോഴേ. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ എന്നും രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അന്നത്തെ കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. ഇന്ന് ഇതുപോലെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വന്ന് കിടന്നൊരു 3 മണി സമയമായി കാണുവേ. അപ്പം ഞാൻ പെട്ടെന്നിങ്ങനെ ഞാൻ മയക്കത്തില്ല, പക്ഷേ എനിക്കെല്ലാം അറിയാം. കണ്ണനിങ്ങനെ ഭയങ്കര ഒരു നല്ല ചന്ദനത്തിരിയാന്നോ പനിനീരാന്നോ എന്താണെന്നറിയാൻ വയ്യ, നല്ലൊരു സ്മെല്ല് വന്നു കഴിഞ്ഞ് ഞാനപ്പോൾ ഇങ്ങനെ ഉണർന്ന് കിടക്കുക. പക്ഷേ എനിക്ക് കണ്ണ് തുറന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, പിന്നെ നിങ്ങളെന്താ ഗുരുവായൂരപ്പൻ പാട്ട് പാടാത്തത്? ഭഗവാനെ ഞാൻ നന്നായിട്ട് കണ്ട്. ഭഗവാൻ ഞാൻ ചോദിക്കും, നിങ്ങളെന്താ ഗുരുവായൂരപ്പൻ്റെ പാട്ട് നാരായണീയം ചൊല്ലുമ്പോൾ പാടാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ പക്ഷേ അങ്ങ് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പം കണ്ണനെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. ഞാൻ പെട്ടെന്ന് അടുത്ത് ചേട്ടനുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ എൻ്റെ കണ്ണനെ കണ്ട് ചേട്ടാ, അത് എൻ്റെ അടുത്ത് ഇപ്പം വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഈ ഗുരുവായൂരപ്പൻ പാട്ട് ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ ഓടിച്ചെന്ന് ആ കീർത്തനത്തിൻ്റെ അപ്പോൾ ഒരു 3:30 മണിയായതേ ഉള്ളൂ. കീർത്തനത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം എടുത്തു നോക്കിയപ്പം അതിനകത്ത് ഈ ഗുരുവായൂരപ്പൻ എന്ന് കൊടുത്തേക്കുന്നത് തുളസിക്കതിർ നുള്ളിയെടുത്ത ആ പാട്ട്. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ എന്നറിയാൻ വയ്യ. ഞാൻ തുള്ളിച്ചാടുവാന്നു. എനിക്ക് എന്താണെന്നറിയാൻ വയ്യ. ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വൈക്കത്തുള്ളൊരു സിന്ധു ടീച്ചറാണ് പഠിപ്പിച്ച്, ആ ടീച്ചറിനെ ഞാൻ വിളിച്ച്. ആ സമയത്ത് 3:30 മണിയാ 3:45 മണിയാന്നൊന്നും എനിക്കപ്പം ആ സമയമൊന്നും ഞാൻ സ്ഥലകാലം എല്ലാം മറന്നങ്ങ്. ടീച്ചർ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് എന്താ എൻ്റെ ടീച്ചറെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ കണ്ണനെ കണ്ട് ടീച്ചറെ, കണ്ണൻ എന്നോട് ഗുരുവായൂരപ്പൻ എന്താ പാടാത്തതെന്ന് ചോദിച്ചു ടീച്ചറെ. അപ്പോൾ ടീച്ചറിന് സന്തോഷം, നമ്മുടെ കൂടെ കണ്ണനുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ കണ്ണനുണ്ടെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഭയങ്കര സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി നാരായണീയം പഠിച്ചിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എവിടെ നാരായണീയത്തിന് പോയാലും ചൊല്ലിയാലും ഞങ്ങൾ ഈ തുളസിക്കതിർ നുള്ളിയെടുത്ത് ആ പാട്ട് പാടും. അതിനേക്കാൾ ഒരു പ്രത്യേകത ഉള്ളത്, ഈ എത്ര വേനൽ നല്ല ചൂട്, ഒരു തുള്ളി കാറ്റടിക്കാത്ത സമയമാണെങ്കിൽ പോലും ഈ തുളസിക്കതിരങ്ങോട്ട് ചൊല്ലിക്കഴിയുമ്പോൾ കണ്ണൻ്റെ സാന്നിധ്യം അവിടെ ഞങ്ങളെ അറിയിക്കും. ഭയങ്കരമായിട്ട് കാറ്റടിച്ച് നിലവിളക്കണയ്ക്കുന്ന ആ അണയാൻ പോകുന്ന പോലെ അങ്ങ് ഭയങ്കര കാറ്റ് വെച്ചേക്കുന്ന പൂ പറത്തിക്കളയുന്നു. അങ്ങനെ ആ കുസൃതി മുഴുവൻ ഞങ്ങൾ എവിടെ ചൊല്ലാനിരിക്കുന്നോ അവിടെ വന്ന് കാണിക്കും. എനിക്കതങ്ങോട്ട് ഇപ്പം നിങ്ങളോട് പറഞ്ഞപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് അനുഭവമാണ്. ഞാൻ പതുക്കെ ഓരോന്നോരോന്ന് പറയാവേ. രാധേ രാധേ. ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തരെന്ന പവിത്രമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, പരമപവിത്രമായ വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമായ ശ്രീലത ടീച്ചർ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പൊ ആ ശ്രീലത ടീച്ചർക്കുണ്ടായ കൃഷ്ണ അനുഭവമാണ് നിങ്ങൾ കേട്ടത്. അതുപോലെ ഗ്രൂപ്പിലുള്ള ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതുപോലെ പറഞ്ഞാൽ രാധേ രാധേ ചാനലിൽ ഇടുന്നതായിരിക്കും. ഗ്രൂപ്പ് അംഗങ്ങളല്ലാത്തവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിശുദ്ധമായ ഗ്രൂപ്പിൽ അംഗമായാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. രാധാഭക്തി, കൃഷ്ണഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും അനുഗ്രഹിക്കട്ടെ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.